ഹലോ, ഹലോ, ഹലോ. എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. 2 ആഴ്ച ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ഓരോരുത്തർക്കും ഓരോ അസുഖമൊക്കെ ആയിപ്പോയി. അവസാനം എല്ലാവരും ബാക്ക് ടു നോർമൽ. ഏകദേശം ഒരു 80% ടു 90% നോർമൽ ആയപ്പോൾ നമ്മൾ തിരിച്ചു കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇച്ചിരി കോൺട്രവേഴ്സ്യൽ ആവാൻ പോവാണ്. നമ്മൾ അൺപോപ്പുലർ ഒപ്പീനിയൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ പേര്. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നമുക്കിഷ്ടപ്പെടാത്ത പുസ്തകങ്ങൾ. അപ്പോൾ ഓൾറെഡി വെടിമരുന്നിന് തീ കൊടുക്കുന്ന പരിപാടിയാണ്, എന്നാലും അങ്ങ് തുടങ്ങുകയാണ്. താങ്ക് യു. എനിക്ക് ആക്ച്വലി 2 ബുക്കുകളാണ് എനിക്ക് അൺപോപ്പുലർ ആയിട്ട് ഇംഗ്ലീഷിൽ എനിക്ക് ഭയങ്കര തോന്നിയൊരു കാര്യം. ഒന്ന് 50 ഷെയ്ഡ്സ് ഓഫ് ഗ്രേ. അത് അതിനൊരു ഒരു ഫാൻ ബേസ് ഉണ്ട്, ലൈക്ക് വയലന്റ് ഫാൻ ബേസ് ആണ്. അവർ ഭയങ്കര 50 ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തൊക്കെയോ ഇങ്ങനെ എന്താ പാലും തേനും ഒക്കെ ഉതിർന്നു വീഴുന്ന പോലത്തെ ലവ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊരു 3 പാർട്ട് സീരീസ് ആണെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ എന്റെ ഫസ്റ്റ് പാർട്ട് പകുതിയെ വായിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അൺപോപ്പുലർ ഒപ്പീനിയൻ പറയുമ്പോൾ മുഴുവൻ വായിച്ചിട്ടില്ല എന്ന് പറയരുത്, കാരണം ഞാൻ പറയുന്നതും കൂടെ കേൾക്കാം. ഇതൊരു 3 പാർട്ട് സീരീസ് ആണ്. ഇതൊരു മെയിൻ ക്യാരക്ടറിന് ഒരു റിച്ച് 50 ഷെയ്ഡ്സ് ഓഫ് ഗ്രേ, 50 ഷെയ്ഡ്സ് ഡാർക്കർ, 50 ഷെയ്ഡ്സ് ഫ്രീഡ്. എന്തായാലും അതാണ് അറിയാം, പക്ഷെ ആദ്യത്തത് പകുതിക്ക് മാത്രമേ ഞാനും വായിച്ചിട്ടുള്ളൂ, അതിന്റെ അപ്പുറം പോയിട്ടില്ല. ഇത് എന്നെ കൊണ്ട് നിർബന്ധിച്ച് വായിപ്പിച്ചൊരു പുസ്തകമാണത്. ഞാൻ വായിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ചു തുടങ്ങിയപ്പം ഇത് വലിയ അലങ്കാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറോട്ടിക്കാണ് എന്റെ ജോണർ. അത് കൂടുതലൊന്നും ഐ ഡോണ്ട് തിങ്ക് ദ ഓഥർ ഇസ് ഓൾസോ ക്ലെയിമിങ് അങ്ങനെയല്ല. അപ്പൊ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇതിന്റെ പ്രമിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേൾ ഹു ഗോസ് ടു ഇന്റർവ്യൂ എ ബില്യണയർ. ഭയങ്കര സൂപ്പർ റിച്ച് ഒരു യങ്സ്റ്റർ ആണ്. ഫോൾ ഇൻ ലവ്, ദേ ഗെറ്റ് ഇൻടു എ കോൺട്രാക്ട്. അതാണ് അതിന്റെ കഥ. ആൻഡ് ഇയാൾക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പൊ എനിക്കിത് മുഴുവൻ വായിച്ച് ഇയാളുടെ കഥ എന്താണെന്നൊക്കെ അറിയണം, പക്ഷെ എന്നാലും ഐ കാൺട്ട് സിറ്റ് ത്രൂ ദീസ്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞത് എന്നെ കൊണ്ട് ഇത് വായിച്ച് കഥ എന്റെ അടുത്ത് എന്താ ഇവന്റെ ബാക്ക് സ്റ്റോറി എന്താന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ 3 ബുക്ക്. പുള്ളിക്കാരത്തെ കഥയൊക്കെ പറഞ്ഞത് യെസ്, ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ഡീസന്റ് ബാക്ക് സ്റ്റോറി. മൈ പ്രോബ്ലം വിത്ത് ദാറ്റ് ബുക്ക് ഇസ് ഇതിൽ ഇയാളീ കാണിക്കുന്ന കാര്യങ്ങള് ഇറ്റ്സ് ഓക്കെ ബിക്കോസ് ഹീസ് റിച്ച്. അയാളൊരു ഹോംലെസ് ആളായിരുന്നു, അയാൾക്ക് പൈസ ഇല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ ഇത് കേസാണ്, ഇത് പോലീസ് കേസാവും. ഇത് എനിക്കിതെന്തോ ദഹിച്ചില്ല. ഇത് ബുക്ക് നമ്പർ 1. അല്ല, അതിന്ന് പോകുന്നതിന് മുമ്പ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവനും ഈ ആന എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കണ്ണിലൂടെയാണ് ഇതിന്റെ ഡെവലപ്മെന്റ് മുഴുവനും. ആൻഡ് പുള്ളിക്കാരത്തി വേഫർ തിൻ ക്യാരക്ടറാണ്. വേഫർ തിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡെപ്തും ഇല്ലാതെ ഈ കുണാപ്പനെ കണ്ട ഉടനെ മറ്റേ ഉരുകി ഒലിക്കാനും മാത്രം ഒരു പെണ്ണിനെ ഉണ്ടാക്കി വച്ചേക്കുന്നു. ഇത് ഈ കലിപ്പന്റെ കാന്താരിയുടെ വേറൊരു വേർഷനാണിത്. അതായത് ഇങ്ങേര് ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, ഇങ്ങേർക്ക് എന്തോ നന്മ ഇങ്ങേരുടെ അകത്തുള്ളത് കൊണ്ടാണ് ഇങ്ങേര് ഇത്രയും സൈക്കോ ആയി മാറിയത്. അൺബിലീവബിൾ. അത് എനിക്ക് വർക്കായില്ല. മേ ബി ബിക്കോസ് എനിക്ക് വർക്കായില്ല, അത്രേ ഉള്ളൂ. അൺപോപ്പുലർ ഒപ്പീനിയൻ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും വായിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇനി എന്താവുന്നു എന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. പക്ഷെ ഈ ചവറ് തന്നെ പിന്നെയും 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 നടക്കുന്ന വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വിക്കിപീഡിയയിൽ പോയിട്ട് പ്ലോട്ട് സിനോപ്സിസിൽ പോയിട്ട് എല്ലാം വായിച്ചു. അങ്ങനെ പ്ലോട്ട് സിനോപ്സിസ് വായിച്ച് കഥ എന്താന്ന് മനസ്സിലാക്കി. ആക്ച്വലി കഥ എന്തൊക്കെ ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഓരോ 15 പേജിലും ഒരു എന്താണ് BDSM സെഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വൺ ആഫ്റ്റർ ദി അതർ. അതാണ് അതിന്റെ പ്രശ്നം. അതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എനിക്ക് ഒരുപക്ഷെ അത് ത്രില്ലർ അല്ല, എറോട്ടിക് ആണെന്ന് ഞാൻ മനസ്സിലാക്കി വായിച്ചിരുന്നെങ്കിൽ മേ ബി അവിടെ ഹാഡ് എ ഡിഫറെന്റ് ഒപ്പീനിയൻ. ഐ പ്രോബ്ലി വുഡന്റ് ഹാവ് പിക്ക്ഡ് അപ്പ് ദ ബുക്ക് either of these things could have happened. പക്ഷെ ഞാനത് ത്രില്ലർ ആണ് എന്ന് വിചാരിച്ച് ഇതൊരു ലവ് സ്റ്റോറി കം ത്രില്ലർ ആണെന്ന് വെച്ച് വാങ്ങിച്ചിട്ട് ഐ വാസ് എ ബിറ്റ് ഷോക്ക്ഡ്. അതാണ്. ആക്ച്വലി ഇതൊരു ഫാൻ ഫിക്ഷൻ ആയിരുന്നു. ട്വൈലൈറ്റ് ഫാൻ ഫിക്ഷൻ ആയിരുന്നു അത്. ട്വൈലൈറ്റ് ഫാൻ ഫിക്ഷൻ നന്നായി. വാട്ട്പാഡില്ലേ, വാട്ട്പാഡിനകത്ത് ട്വൈലൈറ്റ് ഫാൻ ഫിക്ഷൻ ആയിട്ട് തുടങ്ങിയ സാധനമാണ്. ഇതിൽ സ്വന്തമായിട്ടൊരു ജോണർ വന്നു, മമ്മി പോൺ എന്നാണ് എൻ്റെ പേര്. കാരണം 40s മുകളിലുള്ള
ലേഡീസ് ആണ് ഈ സാധനം വാങ്ങിയത് കൂടുതലും. അതുകൊണ്ട് ആ റിസർച്ച് ഡേറ്റ I അതാണ് ഷോ see. ചെയ്തത്. സോ ഇറ്റ് വാസ് കോൾഡ് മമ്മി I പോൺ. see that. I see that. അതായത് ഫാന്റസീസ് അതുകൊണ്ട് മാത്രം. ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞു ഇത് അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ അടുത്ത ടോപ്പ് ബുക്ക് മിക്കവാറും ട്വൈലൈറ്റിലേക്ക് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനൊരു ബ്രിഡ്ജ് ഇട്ടത്. അതാണ് ഇത് എന്റെ മാത്രം നെക്സ്റ്റ് അറിയുള്ളൂ. ബുക്ക് ഇസ് ആക്ച്വലി ട്വൈലൈറ്റ്. യെസ്. ട്വൈലൈറ്റ് ഞാൻ സോറി, പറഞ്ഞോളൂ. സോറി, എനിക്ക് ഞാൻ ഇതിനെ കുറിച്ചൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഒരുപാടടുത്ത് കേട്ടിട്ടുള്ള ഒരു ക്രിറ്റിസിസമാണ്. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല. വായിച്ചിട്ടുള്ള ഒറ്റ ഒരു പേജ് മാത്രമാണ്. ആരോ ഇതിന്റെ ഈ എഴുത്തിന്റെ നിലവാരം കാണിക്കാൻ വേണ്ടി ഒരു പേജ് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് കൂടുതൽ കോണ്ടെക്സ്റ്റ് ഒന്നുമില്ല. പക്ഷെ റെഡ് ലൈക്ക് എന്താ പറയുന്നത്, ഒരു മേ ബി ഒരു 20-year-oldന്റെ ബ്ലോഗ് പോസ്റ്റ് പോലെ അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല ലാംഗ്വേജ് കണ്ടിട്ടൊന്നും. അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ വിക്കിപീഡിയ പ്ലോട്ട് പോലും ഞാൻ വായിച്ചിട്ടില്ല. അപ്പം പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം കേട്ടിട്ടുള്ളത് ഇതിനകത്തുള്ള നായകനുണ്ടല്ലോ, നായകൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അയാൾ ചെയ്യുന്ന ബില്യനെയർ ചെയ്യുന്ന കാര്യങ്ങൾ, അയാൾ ബില്യനെയർ അല്ലായിരുന്നെങ്കിൽ അത് വലിയ കേസായിരുന്നേനെ. കുറെ അബ്യൂസീവ് ആണെന്ന് പറയുന്നു. അത് ഈസ് ഇറ്റ് ബിക്കോസ് ഇപ്പം BDSM പോലൊരു സംഭവം നമുക്ക് ദഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്നൊരു മുൻവിധിയാണോ, അതോ ശരിക്കും അബ്യൂസീവ് ആണോ? അതാണ് മൈ ഡൗട്ട്. ഇറ്റ് ഈസ് മോർ ദൻ ദ ആക്ട്സ്. എനിക്ക് തോന്നിയത് ഇറ്റ് ഈസ് ദ വുമൻ ഇസ് ട്രീറ്റഡ് ലൈക്ക് എൻ ഓബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ആ സ്വയം അങ്ങ് എഴുതി ഒപ്പിട്ട് അങ്ങ് കൊടുക്കുകയാണ് ശരീരം. എന്നിട്ട് യു ആർ ട്രീറ്റിംഗ് a person like dirt. And why I did not like it is because our character seems to be enjoying it. അങ്ങനെ സെൽഫ് റെസ്പെക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനും ഒരു പേഴ്സണിനും ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഐ മീൻ അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടു വളർന്ന ആളുകൾക്ക് അത് അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെട്ടാൽ ഐ ഡു നോട്ട് തിങ്ക് എനിബഡി വിൽ എൻജോയ് ഇറ്റ്. പക്ഷെ അത് ഈ പുള്ളിക്കാരത്തി It was not a one-time experimental thing that they were doing. Correct. അത് ഓൺഗോയിങ് ബേസിസിലാണ്. അപ്പൊ ബേസിക്കലി ത്രൂ ഔട്ട് ഓൾ ദിസ് ഈ പെൺകുട്ടി ഷീ ഈസ് ആക്ടിങ് സ്റ്റാർ സ്ട്രക്ക് ആൻഡ് ദെൻ സ്ലോലി ഷീ ഫാൾസ് ഇൻ ലവ് വിത്ത്. She starts off as an ambitious, എന്തോ ഒരു ജേർണലിസ്റ്റ് ആവണം എന്നൊക്കെ അംബിഷനുള്ള കുട്ടിയാണ് ഈ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഈ ബില്യനെയറിന് തിളക്കമൊക്കെ കണ്ട് അവിടെ അങ്ങ് വീണുപോയി. പിന്നെ പുള്ളിക്കാരത്തേക്ക് ഐ ഡോണ്ട് നോ ഇഫ് ഷീ ഈവൻ കണ്ടിന്യൂസ് വിത്ത് ഹർ. ഐ ഡോണ്ട് നോ, ഞാൻ ബുക്ക് വായിക്കാത്തതുകൊണ്ട് എനിക്ക് അവസാനം ഐ തിങ്ക് ദേ ഗെറ്റ് ടുഗദർ, get married or something like വിൽസൺ that. പോൾസിന് കഴിഞ്ഞല്ലോ, ഹാപ്പിലി എവർ ആഫ്റ്റർ ആയല്ലോ. ഞാനൊരു ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാല് ഇത് ഈ ബുക്ക് ഇറങ്ങുന്നതിന് കുറെ വർഷങ്ങൾക്ക് മുന്നേ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു. മാഗി ജൈലൻ. സോറി, സെക്കൻഡ് നെയിം എങ്ങനെ ഉച്ചരിക്കണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ബാറ്റ്മാൻ ഡാർക്ക് നൈറ്റിലെ പുള്ളിക്കാരത്തി റേച്ചൽ. അതെ അതെ, മറ്റേ പുള്ളിയും ബാറ്റ്മാൻ ആയിരുന്നു തോന്നുന്നു അല്ലേ? ആക്ടർ ജെയിംസ് സ്പേഡ്. അത് ബേസിക്കലി ദാറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഔട്ട് ഓഫ് BDSM. എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് ആ പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിനകത്ത് ഒരു BDSM ഡൈനാമിക് ഒക്കെ കാണിച്ചപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വാസ് എ ബാഡ് മൂവി ഓർ ബട്ട് ദർ ഈസ് സംതിങ് ഇൻട്രീഗിങ് അബൌട്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ മൂവിക്ക് ഒരു ഭയങ്കര ഫാൻ ബേസ് ഉണ്ട് ഇതുപോലെ. അത് പക്ഷേ എനിക്ക് തോന്നുന്നു അത് കൂടുതൽ ഒരു കൾട്ട് ക്ലാസിക് എന്ന നിലയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ 50 Shades എന്ന് പറയുന്നത് കൂടുതലും ഇറ്റ് ഇസ് ട്രീറ്റഡ് ലൈക്ക് എന്താ പറയണേ, ചീപ്പ് ത്രിൽസ്. ഐ മീൻ ബോട്ടം ലൈൻ കലിപ്പന്റെ കാന്താരിയാണ് ആ പെൺകുട്ടി. അതിനെയൊക്കെ നമ്മള് ഇങ്ങനെ ഹീറോ വർഷിപ്പ് ചെയ്യാനൊന്നും പറ്റുമെന്ന്. സോറി, ആ ഏജ് കഴിഞ്ഞു പോയി എന്റെ. അല്ലല്ലോ, ആ ഏജിലോട്ട് കടക്കുകയാണ്. 40 വയസ്സുകാരാണ് ഇത് മുഴുവൻ എടുത്തിട്ട് പൊതിക്കുന്നത്. ഒരു ടൈമില് ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്പിൽ മൊത്തം ഇതിന്റെ ഒരു അതിപ്രസരമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് വായിച്ചിട്ട് അത് റിമോഴ്സ് വന്നിട്ട് ഇത് വേണ്ട കളയാം
അല്ല, അത് എവിടെയോ എവിടെയോ ഒരു കോട്ട് കണ്ടതാണ് കേട്ടോ. വൈൽ പിക്കിംഗ് അപ്പ് എ ബുക്ക് ടു റീഡ്, think twice. Think if you would like, if you would want people see you lie dead with this book in your hand. ആ നിങ്ങൾ ചത്ത് കിടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം കണ്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും? അത് നോക്കി പുസ്തകം എടുക്കുക. ഞാനൊരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഭ്രാന്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പമ്മന്റെ ഒന്നുണ്ട്. അമ്മ ഞാൻ ബുക്ക് പൊതിഞ്ഞാണ് കൊണ്ടിരുന്നത്. കാരണം ബുക്കിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുസ്തകം പൊതിഞ്ഞ് ഒരു ലൈബ്രറി ഒരു പുസ്തകം കൊണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇത് ഓഫീസിൽ ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഓഫീസിലാണ്. കാരണം ഓഫീസിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സീനിയർ ചേട്ടന്മാരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടു, ഓക്കെ കൊള്ളാം, എനിക്ക് തരണോട്ടോ എന്ന് പറഞ്ഞു. 15 പേജ്, അതായത് അതിപ്രസരം കുറച്ച് കൂടുതലാണ്. അപ്പം ഞാൻ കുറച്ച് വിവാഹം കഴിയുന്നവരെയും കണ്ട ഈ പറഞ്ഞ മെയിൻ ക്യാരക്ടറിൻ്റെ അവിടെ വരെയും കണ്ടു. അയാളാണെങ്കിൽ വിവാഹം കഴിക്കുന്നത് എന്തോ മറ്റേ ബന്ധുവോ മുറച്ചെറുക്കനോ എന്തോ ആണ്. അതിനുശേഷം എനിക്കങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ഒരാൾക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത ഒരാൾക്ക് കൊടുത്തു, ടീമിലുള്ളത്. അതിങ്ങനെ പല കൈ മറിഞ്ഞു പോയി. ദാറ്റ് ബുക്ക് ഗോട്ട് ലോസ്റ്റ്. ഐ ആം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് ആക്ച്വലി. അപ്പോൾ ആരുടെയോ കൈ പേര് എഴുതിയിട്ടില്ല. ലേഖയുടെ ഒരു സ്റ്റൈലുണ്ട്. ലേഖ ബുക്ക് വാങ്ങിച്ചിട്ട് അതിന്റെ വാക്കിൽ പേപ്പർ ബാക്ക് ആണെങ്കിൽ ഫുള്ള് സെല്ലോ ടേപ്പ് പൊട്ടിക്കും, എല്ലാ വക്ക് മടങ്ങാതിരിക്കുക, എന്നിട്ട് പേരെഴുതി ഒപ്പിടും. ഇപ്പോഴും ഉണ്ടോ അത്? കൊടുക്കാറില്ലല്ലോ. Nobody takes. മറ്റേത് വീട്ടില് ബുക്ക് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വായിക്കാൻ എടുത്തുകൊണ്ടു. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ടിൻറ്റിനും ആസ്ട്രിക്സിനൊക്കെ മൂവ്മെന്റ് ഉള്ളൂ. അത് ഞാൻ കൈയൊക്കെ കഴുകി തുടച്ചിട്ട് വേണം എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. Alright. അപ്പൊ എന്നാൽ ഇതിലേക്ക് കിടക്കാം. ട്വൈലൈറ്റ് അല്ലേ അടുത്തത്? ട്വൈലൈറ്റ്. ഓക്കെ, ട്വൈലൈറ്റ് എനിക്ക് ആക്ച്വലി 2 ഫേസിൽ കൂടെ ഞാനത് വായിച്ചത് 2005-ലാണ്. അല്ല 2010-ലാണ്. സോറി 10-ലാണ് ഞാനിത് വായിച്ചത്. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ് ദെൻ. ഓക്കെ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇറ്റ് വാസ്, ഞാൻ അങ്ങനത്തെ എന്താ പറയാ ബുക്സ് വായിച്ചിട്ടില്ലായിരുന്നു. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, വാമ്പയറും ഇതും എന്താ പറയാ ബെയർവുൾഫ്സും, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ when I was thinking about this book, I realized ഇതിലെ സെൻട്രൽ ക്യാരക്ടർ ബെല്ല ഹൈസ്കൂള് കഴിഞ്ഞു, സുഖായി വാമ്പയർ ആയി. പുള്ളിക്കാരത്തിന്റെ അച്ഛന്റെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഈ കൊച്ചിന് പഠിക്കൊന്നും വേണ്ടേ, കോളേജിൽ പോകണ്ടേ, ജോലിക്കൊന്നും പോകണ്ടേ, വാമ്പയർ ആയിട്ട് ആൾക്കാരുടെ രക്തം കുടിച്ച് നടന്നാൽ മതിയോ? ഐ ജസ്റ്റ് couldn't take it. I'm like, how can you ഒരു ജീവിതത്തില് she's never lived a proper life and she chooses to be a vampire. ബാക്കി എല്ലാവരും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും എന്തൊക്കെയോ ബാക്ക് സ്റ്റോറി കൊണ്ട് അങ്ങനെ ആവുന്നതാണ്. അവരുടെ നിവൃത്തിക്ക്, അല്ലാണ്ട് അവർക്ക് ആർക്കും വാമ്പയർ ആവണം എന്ന് പറഞ്ഞിട്ടല്ല. എന്താണ് കുട്ടിയുടെ ജീവിതത്തിൽ സത്യമായിട്ട് ആ കുട്ടിയുടെ ഹൈസ്കൂളിൽ മിക്കവാറും വാട്ട് ഡു യു വോണ്ട് ടു ബി വെൻ യു ഗ്രോ അപ്പ് എന്നാണ് പുള്ളിക്കാരത്തെ ഐ വോണ്ട് ടു ബി എ വാമ്പയർ എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ മോഡാണ് കാര്യങ്ങൾ. എനിക്കതൊട്ടും ദഹിച്ചില്ല. വേറൊരു കാര്യം എൻ്റെ അടുത്ത് എൻ്റെ ഒരു നിമുന്റെ കസിന്റെ വൈഫ് പോയിന്റ് ഔട്ട് ചെയ്തപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തു, ഇതിൽ ഇവരുടെ കുട്ടി ഉണ്ടല്ലോ, ചൈൽഡ്സ് നെയിം സോയി. എനിക്കൊരു ഓർമ്മയില്ല, ഞാൻ അത് വായിച്ചിട്ടേ ഇല്ല. ഇവരുടെ കുട്ടിയുണ്ട്, ബെല്ലയുടെയും ഈ വാമ്പയർ കുച്ചുണ്ടല്ലോ, അതിനെ കാണുമ്പോൾ ജേക്കബ് ഇംപ്രിന്റഡ് ആയി പോകുന്നു എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതില്. ഈ കുട്ടി ഘടോൽക്കജന്റെ മാരെ പടപടാന്ന് വളരുന്ന കുട്ടിയാണല്ലോ. അതൊക്കെ പക്ഷെ റെനിസ്മി ജേക്കബ് ഇംപ്രിന്റഡ് ആയി പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആൻഡ് ഐ എം ലൈക്ക്, അമ്മയുടെ ഫ്രണ്ട് ഇംപ്രിന്റഡ് നന്നായിട്ടുണ്ട്. പെഡോഫിലി അല്ല, ഇറ്റ്സ് സംതിങ് ഇൻഹെറന്റ്ലി റോങ്. ലൈക്ക് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഫോർ മീ. ഈ രണ്ട് അന്ന് എനിക്ക് കുട്ടികളില്ലാത്ത സമയത്ത് വായിച്ചുകൊണ്ട് എനിക്ക് അത്ര വലിയ ഞാനതൊന്നും വിട്ടു. Years later, when I've seen people have children, I'm like, that would be really creepy. That would be really, really creepy, അല്ലേ? Almost incest. അല്ല, പോരാത്തതിന് ഇയാള് ജേക്കബ് കുറക്കാലം ഈ ബെല്ലയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്നതാ. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ മോളുമായിട്ട് ഇംപ്രിന്റ് ആയി. നോ,
സോറി, didn't work for me. അപ്പൊ നോട്ട് വെരി പ്രോഗ്രസീവ് ഇൻ ദാറ്റ് സെൻസ് എനിക്ക് തോന്നി ആ ബുക്ക്. ആക്ച്വലി അടി കിട്ടും ബുക്കിന് പുസ്തകം. അതിൻ്റെ ഒരു സ്റ്റഡി വന്നിരുന്നു നമുക്ക്. അത് ഫോർവേഡഡ് ഇമെയിൽസിൽ ഇതിനെ പറ്റിയിട്ട് ബുക്കിനെ പറ്റിയിട്ടൊരു ഇത് വന്നിരുന്നു, ഒരാളുടെ ഒരു തോട്ട്. അതായത് അന്നത്തെ ടീനേജേഴ്സിൻ്റെ ഇൻസെക്യൂരിറ്റീനെ, അത് പ്രത്യേകിച്ച് ഗേൾസിൻ്റെ ഇൻസെക്യൂരിറ്റീനെ പുള്ളിക്കാരി മുതലാക്കിയതാണ് റൈറ്റർ സ്റ്റെഫനി മെയർ. ശരിക്കും മുതലാക്കിയതാണ്. കാരണം ബെല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അതായത് എന്താ പറയുക, ഒരു അത്ര സുന്ദരിയൊന്നുമല്ല, അത്രയ്ക്ക് ടാലൻറ്റഡ് അല്ല. ആൾക്കാർ, അതായത് ആ ഗ്രൂപ്പിൽ ഒരാളുടെ ഒന്ന് മറന്നു പോകും, അങ്ങനത്തെ ഒരാളാണ്. ആ ഗ്രൂപ്പിൽ ആരും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അവർക്ക് ആ പുള്ളിക്കാരിനൊരു വാമ്പയർ ചൂസ് ചെയ്യുന്നു. വാമ്പയർ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കാണാൻ ഭംഗിയുള്ള, അതിന് ഏറ്റവും അവിടുത്തെ ഏറ്റവും സ്ട്രൈക്കിംഗ്ലി ഹാൻസം ആയിട്ടുള്ള ഒരാളാണ് പറയുന്നത്, ഇതിനെപ്പറ്റി പറയുന്നത്. എൻ്റെ ക്യാരക്ടർ കള്ളൻ, എഡ്വേർഡ്, റൈറ്റ്? അങ്ങനെയൊന്നല്ല പേര്. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി അങ്ങനെ ഒരു സെലക്ഷൻ, അങ്ങനെ ഒരു ഇത് നടത്തി എന്നുള്ളത് ആക്ച്വലി ആ ഇൻസെക്യൂരിറ്റീസിനൊക്കെ എതിരെ അതായിരുന്നു. ഞാൻ പറഞ്ഞേ, ഇതും ഒരു ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ട് മീൻസ് ടാർഗറ്റായി പോയതാണ് ആക്ച്വലി. അത് മാർക്കറ്റ് ചെയ്തപ്പോൾ ഞാൻ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇതിൻ്റെ സ്റ്റഡി അങ്ങനെയാണ് ആക്ച്വലി. അതുകൊണ്ടാണിത് മീൻസ് ആ സെയിൽ നടന്നത് അത്രയും ബെസ്റ്റ് സെല്ലറായത്. അത് ഡിസേർവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ. പക്ഷേ ഇതിനെ പിൻപറ്റി ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വാമ്പയർ ഡയറീസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്ന സീരീസാണെന്ന് തോന്നുന്നു. പക്ഷെ അത് ബുക്കായി വന്നു പിന്നെ അതിനുശേഷം. അതിൻ്റെ എന്താ പറയുക, എപ്പിസോഡിക്കലായിട്ട് അതിൻ്റെ സീരീസായിട്ട് വന്നു. അത് അവർക്ക് ആ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ദേ ട്രൈ ടു മേക്ക് ഹേ വെൻ ദ സൺ വാസ് ഔട്ട്. അതാണല്ലോ ഈ നാളെ എവിടെയോ കേട്ടല്ലോ, നല്ലൊരു പുസ്തകം കൊണ്ട് ചെന്നപ്പോ പറഞ്ഞെന്ന് ഇമാതിരി എഴുതിക്കൊണ്ട് വാ എടുക്കാന്ന്. അത് ഇനി പറയുമല്ലേ. എനിക്ക് പൊതുവേ ഇഫ് ഐ ഗോട്ട് നത്തിങ് നൈസ് ടു സേ ഡോണ്ട് സേ എനിത്തിങ് എന്നുള്ളൊരു പോളിസിയാണ് എൻ്റെ. അപ്പൊ പൊതുവേ ബുക്സ് ഞാൻ ബുക്സ് വായിച്ച് റിവ്യൂ ഇടുമ്പോൾ നല്ല ബുക്സ് മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യാറുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെടാത്ത ബുക്ക് എന്തിനാ വെറുതെ ആൾക്കാരുടെ മനസ്സ് വിഷമിപ്പിക്കണേ എന്ന് വെച്ച് ഞാനൊന്നും പറയാറില്ല. പക്ഷെ ഐ തിങ്ക് ട്വൈലൈറ്റിന്റെയും എന്താ ഇതിന്റെയൊക്കെ ഏജ് കഴിഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞാലും ഇറ്റ് ഡസന്റ് മാറ്റർ. ഈ പോഡ്കാസ്റ്റ് കേട്ടിട്ട് സ്റ്റെഫനി മേയർ തൂങ്ങിച്ചാവുകയാണെങ്കിൽ ചാവട്ടെ. I don't think she's going to do that. She's made enough money out of it. So I think she can take the criticism. അവർക്ക് അറിയാത്ത കാര്യമായിരിക്കില്ല. അത് പറഞ്ഞപ്പോഴാണ് സ്റ്റീഫൻ കിങ് ആണെന്ന് തോന്നുന്നു ഏതോ ഒരു ട്വീറ്റില് പുള്ളി സ്റ്റെഫനി മേയറിനിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നാണ് എന്റെ ഓർമ്മ. എന്തോ പറഞ്ഞിട്ട് സ്റ്റെഫനി മേയർ ഐ എം ടോക്കിംഗ് അബൌട്ട് യു. പക്ഷേ സ്റ്റീഫൻ കിങ് can say that. അണ്ണൻ എന്തും king of horror. അങ്ങേര് ഇതൊക്കെ അരച്ചിറങ്ങി പിടിച്ച മനുഷ്യരാണ്. പക്ഷെ അങ്ങേരുടെ ബുക്സ് അഗൈൻ ഇഫ് യു ലുക്ക് അറ്റ് ഹിസ് ബുക്സ്, ഈ ബുക്സിലൊന്നും ഒരിക്കലും ഒരാള് ഏജൻസി ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ഇല്ല. ദർ ഓൾ ഇമോഷണലി എംബ്രോയിഡ് ആണ്. പക്ഷെ ആർക്കും ഒരു ഏജൻസി ഇല്ലാത്ത ക്യാരക്ടേഴ്സ് അല്ല. ഒരു എന്താ പറയാ, എന്നാ ഈ ഒരു ലാലാ ലാൻഡിലോ ഫാന്റസി ലാൻഡിലോ കഴിയുന്ന സ്ത്രീകൾ അങ്ങേരുടെ പുസ്തകങ്ങളിൽ ഇല്ല. ഈവൻ ക്യാരി, ഇഫ് യു ലുക്ക് അറ്റ് ക്യാരി ഇതേമാരെ ബെല്ലമാരുടെ ഒരു ക്യാരക്ടറാണ്. ഷീ ഡസൻ ബ്യൂട്ടിഫുൾ ആണോ എന്ന് വെച്ചാൽ അല്ല. അങ്ങനെ ഒരു വളരെ ആവറേജ് ആയിട്ട് പോകുന്ന ഒരു എന്താ പറയുക, ഒരു 80% ആൾക്കാരന്മാരുള്ള ഒരു കുട്ടിയാണ് ക്യാരിക്ക് സൂപ്പർ പവർ കിട്ടുമ്പോ ക്യാരി എന്താ ചെയ്യുന്നത്? എല്ലാവരുടെ അടുത്ത് നല്ല കോട്ട് കൊടുക്കും. അല്ലാണ്ട് പുള്ളിക്കാരത്തി ഈ ബെല്ലയുടെ മാരെ എന്താ ശരി, ആ ഏറ്റവും സുന്ദരനായ ചെറുക്കനെ തന്നെയാണ് കല്യാണം കഴിച്ചോടെ കൂടാന്ന് വിചാരിക്കുകയല്ലോ ചെയ്യണത്. ആ പവേഴ്സ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ആക്ച്വലി സ്റ്റീഫൻ കിങ് കുറച്ച് ഹാർഷായി പോയെന്ന് എനിക്ക് തോന്നുന്നത് സ്റ്റെഫനി മേയറോട് അതിനെ പറ്റിയിട്ട്. കാരണം പുള്ളി കമ്പയർ ചെയ്തത് ജെ.കെ. റോളിംഗ് ആയിട്ടാണ്. പുള്ളി അത് ആ ട്വീറ്റ് അല്ല ആക്ച്വലി, അതൊരു ടോക്കായിരുന്നു എന്നാണ് തോന്നുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് എക്സെപ്റ്റ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് പറഞ്ഞപ്പോൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാ. ബോത്ത് റോളിംഗ് ആൻഡ് മേയർ ദേ ആർ സ്പീക്കിംഗ് ഡയറക്ട്ലി ടു യങ് പീപ്പിൾ. ദ റിയൽ ഡിഫറൻസ് ഈസ് ദാറ്റ് ജോ റോളിംഗ് ഈസ് എ ടെറിഫിക് റൈറ്റർ ആൻഡ് സ്റ്റെഫനി മേയർ ain't worth a damn. ഡയറക്റ്റ് ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഹാരി പോട്ടർ ഈസ് അബൌട്ട് കൺഫ്രണ്ടിങ് ഫിയേഴ്സ്, ഫൈൻഡിങ് ഇന്നർ സ്ട്രെങ്ത് ആൻഡ് ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ് ഇൻ ദ ഫേസ് ഓഫ് adversity. Twilight is about how important it is to have a boyfriend. നേരത്തെ പറഞ്ഞ ഇൻസെക്യൂരിറ്റീസ് എക്സാക്ട് സെയിം തിങ് ആണ് മറ്റേ 50 Shades of Greyയിൽ അനസ്തേസിയം. എന്താ പറയണ, ഒരു
ഒരു ആംബീഷ്യസ്, ഒരു ഡ്രൈവ് ഉള്ള ഒരു പെണ്ണ് ഫ്രം വെയർ ടു വെയർ ഷീ ഗെറ്റ്സ്. അത് നമ്മള് യു ഷുഡൻ ബി പ്രൊമോട്ടിങ് ബുക്സ്, അങ്ങനത്തെ ബുക്സ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചും കൂടെ വിവരമുള്ള ബുദ്ധിയും ഇതുള്ള പിള്ളേരായതുകൊണ്ട് എനിക്ക് അത്ര വലിയ സ്ട്രെസ് ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജനറേഷനിൽ ഒരു ഏജ് വരെ വി വർ വെരി ഇൻഫ്ലുവൻസ് ബൈ ദീസ് ബുക്സ്. ഇതൊക്കെയാണ് ലൈഫ്, കൽപ്പന കാന്താരി ഇസ് ഓക്കെ എന്ന് പറഞ്ഞൊരു ജനറേഷനിൽ നിന്നാണ് നമ്മൾ. അങ്ങനെയല്ല. യു നീഡ് ടു ബി അവെയർ ദാറ്റ് ദിസ് ഇസ് ക്വൈറ്റ് ടോക്സിക് ഫോർ ബോത്ത് പാർട്ടീസ് ഇൻവോൾവ് എന്നിൽ എത്തി നിൽക്കുന്നത് നമ്മളാണ്. അപ്പൊ that's a takeaway for me, for everybody. ട്രൂ. നരസിംഹത്തിന്റെ ഡയലോഗ് ഒക്കെ ഇപ്പൊ മിസോജനിസ്റ്റിക് ആയിട്ട് ഇപ്പൊ തോന്നുന്നത് ഇപ്പോഴാണ്. അതോ നരസിംഹോ മറ്റേ രാവണപ്രഭുവിലൊക്കെ എന്തു തേങ്ങയായിരുന്നു. മറ്റേതുണ്ടല്ലോ, ജയറാമിന്റെ ഒരു മൂവി അഭിരാമിയുടെ കൂടെ ഞാൻ ആലോചിക്കുമായിരുന്നു. ഞങ്ങൾ ഞങ്ങൾ സന്തുഷ്ടരാണ്. അത് ആ ആ കുട്ടി അന്ന് കണ്ടപ്പോ എനിക്ക് തോന്നിയപ്പോ പിന്നെ എന്തൊരു സാധന അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുന്നു. പക്ഷെ ആക്ച്വലി എവ്രിബഡി നീഡ്സ് ദ പ്രൈവസി ആൻഡ് ദ സ്പേസ്, റൈറ്റ്? അല്ല അതില് അത് മറ്റേ ആ പാട്ട് തന്നെ ഉണ്ടല്ലോ, ആണല്ല പെണ്ണല്ല ആ അടിപൊളി വേഷം. എന്തൊക്കെയോ പിന്നെ പ്രശ്നമുണ്ട് അല്ല എന്നുള്ളമാരെ കാണിച്ചു. അതുമാതിരി ഒരുപാട് മെസ്സേജിനി ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് പിന്നെ തുടങ്ങുകയാണെങ്കിൽ ഒരു ടോപ്പിക് തുടങ്ങണം. മറ്റേ ദ കിങ് വേറൊന്നുമല്ല, ഈവൻ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിലെ ഒരു പാട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ, ആ, മറ്റേ ഇങ്ങേര് പെണ്ണിൻ വാക്കുകൾ കേട്ട് നടക്കും പൊണ്ണന് പാതാളം, അതൊക്കെ എക്സ്ട്രീം മിസോജിനിയാണ് അതൊക്കെ. I think there's a lot to talk ആ about, സമയത്ത് unpack there. ഓക്കെ ഓക്കെ, ടൈം ഔട്ട് ആ ടൈം ഔട്ട്. സമയത്ത് ആ പാട്ട് ഞാനും പാടി നടന്നിട്ടുണ്ട്. പക്ഷെ യുനോ അതിലെ ഡാൻസ് കളിക്കുന്ന പിള്ളേരുടെ പ്രായം നമുക്കുള്ളൂ. അതുകൊണ്ട് അത്രയും അതെ ബുദ്ധി അതെ വിചാരിച്ചാൽ മതി. ഓക്കെ, എന്നാൽ ഞാൻ അടുത്തതിലേക്ക് പോവാം അല്ലേ. ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ ഗുഡ് റീഡ്സിൽ കയറിയിട്ട് ആദ്യത്തെ ലോ റേറ്റിംഗ് കൊടുത്തത് മിസ്റ്റർ ചേതൻ ഭഗതിന്റെ 1 Night at കോൾ സെന്റർ ആണ്. എനിക്ക് ആക്ച്വലി 3.1 അത്ര മോശമാണെന്ന് തോന്നിയില്ല. പക്ഷേ ആ 5.7. 5.1 അത് 1 കുറച്ചുകൂടെ Night മാർക്ക് കുറച്ചു കൊടുക്കും. 1 Night at കോൾ സെന്റർ വായിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്ത് തേങ്ങയാണ് ഇയാൾ എഴുതി പിടിപ്പിച്ചിരിക്കണേ. കാര്യം സംഭവം എഗെയിൻ he continued his USPs from the previous book. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റബിൾ ആയിട്ടുള്ള ആ ജനറേഷനിലുള്ള അയാളുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ ജനറേഷനിലുള്ള ഒരു കഥാപാത്രം, അയാൾക്കൊരു ലവ് ഇൻട്രസ്റ്റ്, പിന്നെ കുറച്ച് കോൺഫ്ലിക്റ്റ്, പിന്നെ കുറച്ച് സെക്സ്, എല്ലാം ചേർത്ത് പുള്ളി ഒരു സാധനം ഉണ്ടാക്കി അതേപടി പടച്ചയച്ചു. പക്ഷേ ഇറ്റ് ഫെൽറ്റ് എക്സ്ട്രീംലി ഷാലോ. അതായിരുന്നു അതിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ വേറെ 1-2 പുസ്തകങ്ങൾ വായിക്കാൻ നോക്കി, മറ്റേ 3 Mistakes of My Life. അതൊക്കെ എനിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ ഇത് എനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ, ഒരു സംശയം. I think after his first couple of books, പുള്ളിയുടെ ബാക്കി എല്ലാ ബുക്കും it felt like a movie script. You read it, you can visualize this as a cues on a movie set. She turns right, she turns left, she looks up. ഈ വക ഡയലോഗുകൾ ഇഷ്ടംമാരെ. ഐ തിങ്ക് 3 Mistakes of My Life കഴിഞ്ഞിട്ട് പറഞ്ഞോട് എന്ത് ഗേളോ ബോയോ ഏതൊരു റൂമിലുള്ള എന്തോ ഒരു എണ്ണം ഉണ്ടായിരുന്നു. അത് വായിച്ചപ്പോഴാണ് എനിക്കത് കൂടുതൽ ഫീൽ ചെയ്തത്. 3 Mistakes ഈ ഫസ്റ്റ് 3 ബുക്സ് എനിക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് then I stopped reading. I'm like, no, I can't do this. ഓക്കെ. ആക്ച്വലി നന്ദനമാണ് ഞാൻ ഈ ബുക്ക് തിരഞ്ഞെടുക്കാൻ കാരണം. നന്ദനത്തിൽ ആ ലാസ്റ്റ് ആസ്പെക്ട്, നന്ദനം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ ട്വിസ്റ്റ്. ലാസ്റ്റ് നമുക്ക് ട്വിസ്റ്റാണ്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ദൈവം വന്ന് ഇടപെടുന്ന പടങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സാധനം എടുത്ത് വായിക്കുന്നത്. ഞാനത് എടുക്കുമ്പോൾ അത് സിനിമയായിട്ടുണ്ട്. 1 Night at കോൾ സെൻറ്റർ, സൽമാൻ ഖാൻ മസിൽ പിടിച്ച് വരുന്ന ദൈവമായിട്ടൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ ഇവൻ്റെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നടനാണ് ശർമാൻ ജോഷി. അപ്പോൾ അത് ഇൻഫിയിൽ മറ്റേ നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടല്ലോ, ഇൻഫി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഇല്ലേ, അത് ട്രിവാൻഡ്രം PRS ഹോസ്പിറ്റലിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ പാലക്കാടാണ് പഠിച്ചിരുന്നത്.
ട്രിവാൻഡ്രത്ത് പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മാവൻ്റെ വീട് അടുത്തുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ സ്റ്റേഷനിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. മറ്റേ സ്റ്റേഷനിലിരുന്ന് ഞാൻ അവിടെ നിന്ന് ബുക്ക് വാങ്ങി അവിടെ ഇരുന്ന് ഫുള്ള് വായിച്ചു തീർത്തു. വൈകുന്നേരം ട്രെയിൻ രാത്രിയായിരുന്നു, 8 മണിക്ക് കണ്ടായിരുന്നു, അമൃത എക്സ്പ്രസ്. അപ്പോൾ അതിന് വേണ്ടി അത് മുഴുവൻ വായിച്ചെടുത്തു. അവസാനമായപ്പോഴത്തേക്കും മനസ്സിലായി അത് എങ്ങനെയോ വേറെ വഴി ഒരു പണിയില്ലാത്തതുകൊണ്ട് മാത്രം വായിച്ചതാണ്. അതായത് അവസാനമായപ്പോൾ നമ്മുടെ കോൾ സെൻറ്ററിൽ ഇരുന്നിട്ട് അവർ മറ്റവരെ പറ്റിക്കുന്നുണ്ടല്ലോ, ലോറം മിപ്സം ഒക്കെ അടിച്ചിട്ട് അമേരിക്കക്കാരെ പറ്റിക്കുന്ന സംഭവമൊക്കെ ഇല്ലേ, എന്തൊക്കെയോ എഴുതി എന്തൊക്കെയോ കാട്ടി വെച്ചിരിക്കുന്നു. ഞാൻ അയാളുടെ വേറൊരു ബുക്കും വായിച്ചിട്ടില്ല. അത് 5 Points of One നല്ലതാണെന്നറിയാം, 3 Mistakes of My Life നല്ലതാണെന്നറിയാം, പക്ഷെ അത് രണ്ടും വായിക്കാതെ ഞാൻ ഈ സാധനമാണ് ആദ്യമായിട്ട് വായിക്കുന്നത്. അതിനുശേഷം ചേതൻ ഭഗത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബുക്ക് എവിടെ ഇരിപ്പുണ്ട്. അത് അതിൻ്റെ ഹിന്ദി ഫിലിമിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇത് തന്നെയാണോ എന്നറിയില്ല, വേറെ എന്തോ എനിക്കറിയില്ല, എന്തൊരു എന്തെങ്കിലും ആവട്ടെ. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇയാൾ ആ 2 സിനിമ, അത് ഫിലിമിന് ഓപ്ഷൻ കിട്ടിയതിന് ശേഷം അങ്ങേര് എഴുതിയിരിക്കുന്ന പല ബുക്സും, ഇപ്പോൾ മറ്റേ ലേഖ പറഞ്ഞതുപോലെ പുള്ളി ഫിലിമിന് മുൻതൂക്കം കൊടുത്തിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതായത് ഇനി അടുത്ത സ്ക്രിപ്റ്റ് ആകുമെന്ന രീതിയിൽ തന്നെ എഴുതിയിരുന്നത്. അത് ഉറപ്പാണ്. കാരണം ഈ ലാസ്റ്റ് ഒരു അർജുൻ കപൂറിൻ്റെ ഒരു സിനിമ വന്നില്ലായിരുന്നു, മീൻസ് എനിക്ക് ഓർമ്മയില്ല, 2 പേരുടെ, അർജുൻ കപൂറും ടു സ്റ്റേറ്റ്സ് അതിന്റെ റിവ്യൂ ചെയ്തത് ആരാന്നറിയോ? നമ്മുടെ മൂവി റിവ്യൂ ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, നേരത്തെ പേരെന്തല്ലോ, പുള്ളി തന്നെയാണ്. ബുക്ക് സൈഡ് ബൈ സൈഡ്, ബുക്കും സിനിമയും ഒന്നിച്ചാ പുള്ളി റിവ്യൂ ചെയ്തത്. അപ്പം അങ്ങേര് പറഞ്ഞു ഇത് ആക്ച്വലി സീൻ ബൈ സീനാണെന്ന്, സിനിമയിലുള്ള ഏകദേശം ഇതൊക്കെ തന്നെയാണ് ബുക്കിലും ഉള്ളത്. അപ്പോൾ എങ്ങനെയായാലും ഏത് റൈറ്ററായാലും ഒരു സിനിമയ്ക്ക് ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മൂവി സ്ക്രിപ്റ്റ് മറ്റേ ബുക്കിനെ ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എഴുതുള്ളൂ. ഇന്ദുഗോപൻ ചേട്ടൻ 4-5 ചെറുപ്പക്കാർ എഴുതി, ബുക്ക് നല്ലതായിരുന്നു, അത് അപ്പോഴേ നമുക്ക് വായിക്കുമ്പോഴേ അറിയാം അതൊരു മൂവി സ്ക്രിപ്റ്റ് പോലെയാണ് പ്ലേ ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണല്ലോ പൊന്മാനായത്, അതും നല്ലൊരു മൂവിയായിട്ടാണ് വന്നത്. അപ്പോൾ ചേതൻ ഭഗത്തിനെ പറ്റിയുള്ള എൻ്റെ ഇതൊക്കെ ഒരു ബുക്കോടെ തീർന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ ഈ സാധനം വായിച്ചിരുന്നു. ഞാൻ 2 ബുക്കേ വായിച്ചിട്ടുള്ളൂ, 5 Points of One. ഏർലി 2000s വന്നത്, അപ്പൊ കോളേജിൽ തന്നെയാണ് ഇപ്പോഴും. അപ്പം കോളേജ് തുടങ്ങുന്ന സമയത്ത് ഈ 5 Points of One കോൾ സെന്ററും 2 ഞാൻ എൻജോയ് ചെയ്ത ബുക്സ്. എനിക്ക് തോന്നുന്നു, പക്ഷെ നേരത്തെ നമ്മൾ ഒരു ഫീമെയിൽ ഫാന്റസിയുടെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ ഇതൊരു മെയിൽ ഫാന്റസിയാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് സ്ട്രൈക്ക് ചെയ്യുന്നത്. മീൻസ് ആ ഒരു ബിഗിനിങ് ഓഫ് കോളേജ് ലൈഫ് അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ലൈഫ്, ആ സമയത്ത് ഈ കോൾ സെന്ററിൽ എന്ന് പറഞ്ഞ സംഭവം സെറ്റപ്പ് എല്ലായിടത്തും പൊട്ടി മുളയ്ക്കുന്ന ഒരു സമയം. അപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ജോലി വേണമെന്ന് ആദ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഈ കോൾ സെന്റർ പരിപാടിയൊക്കെ ആയിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും ആ സമയത്ത് ഈ ബുക്ക് ശരിക്കും എൻജോയ് ചെയ്തു ഞാൻ. അതർവൈസ് ബാക്കി ബുക്സ് ഒന്നും ഞാൻ വായിച്ചിട്ടില്ല, സിനിമയും കണ്ടിട്ടില്ല. ഇതുപോലെ ഇതിന്റെ കൂടെ വായിക്കാവുന്ന മാത്രമാണ് ദുർജോയ് ദത്ത. ചേതൻ ഭഗത് 2.0 ആണ് പുള്ളി. ഇൻഫോസിസ് അലുമിനായാണ്. സ്റ്റാൻഡിലൊക്കെ ഇഷ്ടംമാര്. ഞാൻ മറ്റേ ആളാണ്, രവീന്ദർ സിംഗ് ആണോ ഇൻഫോസിസ് അലുമിനി എന്ന് വിചാരിച്ചത്. ദുർജോയ് ദത്ത ആണോ? ദുർജോയ് ദത്ത is also, I think, എന്നിട്ട് അതിൽ ഏതോ ഫസ്റ്റ് വൺ സെക്കൻഡ് ബുക്കിന് he got a forward written by നാരായണ മൂർത്തി and all. this was again ചേതൻ ഭഗത് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെ ഏകദേശം സെയിം ലൈൻ ആണിത് എല്ലാം. ലവ്, ലോസ്റ്റ് ലവ്. രവീന്ദർ സിംഗും സെയിം അല്ലേ? I too had a girlfriend. I too had a love story. ദുർജോയ് ദത്തയല്ലേ അത്? I too had a girlfriend ആണെന്ന് തോന്നിയ. സോറി, എന്നാ എനിക്ക് ഓർഡർ മാറി. 2010-11 ആ സമയത്താന്ന് തോന്നുന്നു പുള്ളിയുടെ ബുക്ക് ഇൻഫീൽ, രവീന്ദർ സിംഗിന്റെ. പക്ഷെ അതിനെ കുറിച്ച് വലിയ നല്ല അഭിപ്രായം ഒന്നും കേൾക്കാത്തോണ്ട് ഞാൻ അത് വായിക്കാൻ പോയില്ല. നമ്മള് വായിച്ചിട്ടേ ഇല്ല. നമ്മൾ സ്റ്റാൻഡിൽ നമ്മളുള്ളപ്പോഴാണ് അത് സ്റ്റാൻഡിൽ വന്നതും നമ്മളത് കണ്ടിട്ടുണ്ട്. നമ്മൾ വായിച്ചിട്ടും ഇല്ല, കണ്ടിട്ടുണ്ട്, പോയിട്ടും ഇല്ല. അവരോട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു ലേഡിയും കൂടെ ഉണ്ടായിരുന്നല്ലോ, either with ദുർജോയ് ദത്ത ഓർ രവീന്ദർ സിംഗ്. എന്താണെങ്കിലും പ്രോസസ് ഇങ്ങനെയാണ്. ബുക്ക് എഴുതാൻ നേരം ഒരു മേ ബി 20-30 ഡേയ്സ് അടച്ചുപൂട്ടിയിരുന്ന് എഴുതി തീർക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഡൺ. അങ്ങനെയാണ് ബുക്ക് ഇറക്കിക്കൊണ്ടിരുന്നത്.
അങ്ങനെ അങ്ങനെയൊക്കെ പറ്റൂല. എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ അതാണ്. എന്ത് അടിപൊളിയായിരുന്നല്ലേ. അല്ല ചിലപ്പോ ഇതേപോലെ സാധനം എഴുതാൻ അതൊക്കെ മതിയായിരിക്കും. അല്ല അതെ, ഇപ്പൊ അങ്ങനെയാണ് എഴുതുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുന്ന പല സാധനങ്ങളും അതുപോലെ എഴുതി വരുന്നതാണ്. അത് എന്താ അറിയാമോ, എനിക്കൊരു മാനുസ്ക്രിപ്റ്റ് ഇതുപോലെ വന്നിരുന്നു ലോഗോസിന്റെ കയ്യിൽ നിന്ന്. ഞാൻ റൈറ്ററെ നേരിട്ട് കോൺടാക്ട് ചെയ്തു. റൈറ്റർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അതായത് 2 മാസം കൊണ്ട് എഴുതിയ പുസ്തകമാണ് ചേട്ടാ എന്ന് പറഞ്ഞു. 150 പേജ് A4 സൈസ് 150 പേജസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത തവണ അടുത്ത റിവ്യൂവിൽ വരും. ഇങ്ങേരി പറയുന്ന ഇന്റലക്ച്വൽ ബ്ലാ 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 ഒന്നും പുസ്തകത്തിൽ കാണാനില്ലെന്ന്. Actually, you should also give this thing. If Ravinder Singh and all, they're quite young authors. ഇവര് ബുക്ക് ഇറക്കിയ സമയത്ത്, so they would have been in their 20s. ഇപ്പൊ പ്രത്യേകിച്ച് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ലൈഫിൽ ഇല്ലല്ലോ. നമുക്ക് ജോലിക്ക് പോവാം, ബുക്ക് എഴുതാൻ നമുക്ക് സമയമുണ്ട്. യു ഡോണ്ട് ഹാവ് ചിൽഡ്രൻ ടു ടേക്ക് കെയർ ഓഫ്. യു ഡോണ്ട് ഹാവ് ആ ഒരു അഡ്വാൻറ്റേജ് ആ ജനറേഷൻ ആ ഏജിലുള്ള ഓത്തേഴ്സിനുണ്ട്. നിങ്ങൾക്ക് അതില്ല. നിങ്ങൾക്ക് ഇതൊരു ഫുൾ ടൈം ജോലി അല്ലല്ലോ. റൈറ്റിംഗ് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രോബബ്ലി മേ ബി യുവർ ക്രിയേറ്റീവ് ജ്യൂസസ്. എനിക്കറിയാൻ പാടില്ല എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു തോണ്ടാൻ പറ്റുന്ന എത്രമാത്രം തോണ്ടും, കുറച്ച് അടിയടിക്കൂലേ. ആ കാര്യത്തിൽ സ്റ്റീഫൻ കിങ് അണ്ണനെ നമിച്ചേ പറ്റുള്ളൂ. ഇത്ര കൊല്ലമായിട്ടും പുള്ളി ഇങ്ങനെ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കാൻ. അൺപോപ്പുലർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് ആസ് വെൽ. അല്ല സാൻഡി, ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ക്രോപ്പ് ഓഫ് റൈറ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ പുതുതായിട്ട് വന്ന ഈ ഞാൻ പറഞ്ഞ മലയാളത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവര് സ്വന്തമായ രീതിയിൽ ഇപ്പോൾ റൈറ്റിംഗ് ട്യൂട്ടോറിയൽസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. റൈറ്റിംഗ് ടിപ്സ് ഒക്കെ കൊടുക്കുന്ന ഭയങ്കര കോൺഫിഡൻസോടെയാണ് ഇരുന്ന് പറയുന്നത്. ആക്ച്വലി ഇത് കാണുമ്പോൾ ചിലരൊക്കെ എക്സൽ ഷീറ്റ് വെച്ചിട്ടൊക്കെയാണ് ചാർട്ട് ചെയ്യുന്നത്. മറ്റേ എന്താ പറയാ, നമ്മുടെ എന്തായാലും പറയുന്നത് ബീറ്റ് ഷീറ്റ്സ് ഒക്കെ ഇല്ല. അനൂപ് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് കേൾക്കുന്നത് തന്നെ. അതായത് സീൻ ബൈ സീൻ ബീറ്റ് ഷീറ്റ്, മറ്റേ ഇത് ക്യാരക്ടർ ഷീറ്റുകൾ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്കറിയാം. പക്ഷെ എന്തൊരു കോൺഫിഡൻസോടെ എന്ന് പറയാം അവരൊന്ന് തള്ളുന്നത്. അതുപോലെ ഒന്ന് തള്ളാൻ തോന്നും ശരിക്കും പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ. പിന്നെ ആലോചിക്കും അത് വേണ്ട. അൺപോപ്പുലർ ഒപ്പീനിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഒരാളെയും കൂടെ പിടിച്ചിടാം. എല്ലാവർക്കും ചിലപ്പം എന്റെ ഇത് ഒപ്പീനിയൻ ഷെയർ ചെയ്യണമെന്നില്ല. ആമിഷ് ത്രിപാഠി, ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹ. അടുത്തത് ഞാൻ അതിലോട്ട് വരാതിരിക്കുന്നു. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് നേരത്തെ സാൻഡി പറഞ്ഞ ആ ഫീലിംഗ് ഇല്ലേ, എനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ? അപ്പൊ ആ സമയത്തുള്ള ഹൈപ്പ് എന്ന് വെച്ചാൽ ഇത് ചേതൻ ഭഗത്തിന് കിട്ടിയതിനെക്കാട്ടി ഒരുപാട് ഹൈപ്പാണ് ഇങ്ങേർക്ക് കിട്ടിയത്. പക്ഷെ ഈ ബുക്ക് വായിച്ചപ്പം എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് ദാറ്റ് റൈറ്റിംഗ് ഈസ് ബിറ്റ് സബ്പാർ. ചിലയിടത്ത് നമുക്ക് അറിയാം പുള്ളി തീസോറസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ചാടി അവിടെ പോയതിന് പകരം എവിടുന്ന് ആരും കേൾക്കാത്തൊരു വാക്കെടുത്താണ് അവിടെ കൊണ്ടിട്ടേക്കുന്നത്. They have big aortic pumps എന്നൊക്കെ എഴുതിച്ചോളാം. ജോയി പറഞ്ഞ പോലെ അതുപോലെ എന്തൊക്കെയോ വാക്ക് ഇടയ്ക്കിടയ്ക്കിടും. പിന്നെ ഇവരുടെ ലാംഗ്വേജ് അപ്പം ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, ഇത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ ദിസ് ഈസ് സെറ്റ് സംവെയർ ഇൻ ലൈക്ക് 1000 BC or 2000 BC. ഹാരപ്പൻ സിവിലൈസേഷന്റെ ഒരു സമയത്ത് ഒരു ഫിക്ഷണൽ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. അപ്പൊ അവിടെ ഇവരൊക്കെ അത് ശിവൻ എന്ന് പറയുന്ന ഒരു ട്രൈബൽ ലീഡറാണ്. പുള്ളിയുടെ സെക്കൻഡ് ഇൻ കമാൻഡ് ആണ് നന്ദികേശവൻ. അവരൊക്കെ പിന്നെ ആൾക്കാരുടെ സ്റ്റോറീസിൽ കൂടെ ഗോഡ്സ് ആയി മാറുന്നതാണ് ആക്ച്വലി പ്രിമൈസ്. സോ വെൻ വി ഗോ ഇൻ ടു ദാറ്റ് സിവിലൈസേഷൻ അവരൊക്കെ സാധാരണ മനുഷ്യരാണ്, ലീഡേഴ്സ് ആണ്. അവർ എടുക്കുന്ന ഡിസിഷൻസിനെ കുറിച്ചാണ് ഈ ബുക്ക് മൊത്തം. അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഹേ ഡ്യൂഡ് ഹൗ ആർ യു എന്നുള്ള ആ രീതിയിലാണ്. ആ ഒരു മോഡേൺ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ശരിയാണ്, അന്നത്തെ കാലത്തില് ഇംഗ്ലീഷിലല്ല അവർ സംസാരിക്കുന്നത്. ഓക്കെ ഫൈൻ, സംസ്കൃതത്തിലോ പ്രാകൃതത്തിലോ അങ്ങനെ വല്ലതും ആയിരിക്കും. പക്ഷെ എന്താ പറയുക, ഒരു 10 years മുന്നേ പൊട്ടിമുളച്ച ഒരു മോഡേൺ ലിംഗോ അവരുടെ ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ? ആ ഇമോഷൻ എക്സ്പീരിയൻസ് നശിപ്പിക്കില്ലേ? അപ്പൊ അതൊക്കെ ഭയങ്കര അരോചകമായിട്ട് തോന്നി. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നമെന്ന് എനിക്ക് തോന്നിയത്,
ഒരു തരം സോഫ്റ്റ് ഹിന്ദുത്വമുണ്ട്. ഓക്കെ, ലൈക്ക് നമുക്ക് ഇപ്പം വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അറിവ് പോലെയാണ്. അന്ന് വാട്സാപ്പ് ഉണ്ടോന്ന് എനിക്ക് ഇല്ല അറിയില്ല. ഇല്ല അത് വാട്സാപ്പില്ല. ഇല്ല. അപ്പം ഇതേപോലെ കുറെ ഐറ്റംസ് പുള്ളി അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പുള്ളിയുടെ ലോകത്ത് ആ സമയത്ത് ഈ സിവിലൈസേഷൻ എന്ന് പറയുന്നത് കുറച്ച് സയന്റിഫിക്. അപ്പൊ അതിനകത്ത് നാഗാസ് മ്യൂട്ടൻസ് ആണെന്നൊക്കെ മ്യൂട്ടൻസ് ആണ്. പറഞ്ഞിട്ട് ഗണപതിയുടെ മൂക്കിന്റെ നീളമുള്ള ആ, തുമ്പിക്കൈയായത് മ്യൂട്ടേഷൻ ആണ് എന്നൊക്കെ മ്യൂട്ടേഷൻ ആണ്. പറഞ്ഞിട്ട് പുള്ളി അവിടെ ഇവിടെയൊക്കെ നല്ലോണം ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പുള്ളി ക്രെഡിറ്റ് കൊടുക്കുന്നു. പക്ഷെ ഇത് നമ്മൾ അതിനല്ലല്ലോ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം അതിൽ ഒരു കുഴപ്പമെന്ന് വെച്ചാല് ഈ ശിവനും വേറൊരു ഒരു സയന്റിസ്റ്റ് ഫിഗർ ഉണ്ട്. ആരാന്ന് ഓർക്കുന്നില്ല. വ്യാസനോ വല്ലവരും ആണോ? ഈ ബൃഹസ്പതി സന്യാസിമാര് അവര് ബേസിക്കലി അമ്പലത്തിന്റെ ഗോപുരങ്ങൾ ഉപയോഗിച്ച് റേഡിയോ വേവ്സ് വൈബ്രേഷൻസ് അടച്ചു. റേഡിയോ ആ, വേവ്സ് അയക്കുന്നു. അതൊക്കെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ വാട്സാപ്പിലൊക്കെ കിട്ടുന്നുണ്ട്. കാളക്കൊമ്പിന്റെ ഇടയ്ക്ക് റേഡിയോ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ വർക്ക് ചെയ്യില്ല, കാരണം സിഗ്നൽ ഇന്റർഫിയറൻസ് ഉണ്ടാവും. ആ വക സാധനങ്ങൾ അതിന്റെ ഒരു എക്കോ ആണ് അവിടെ കേട്ടത്. ഗോപുരം തമ്മിൽ ഈ അമ്പലത്തിന്റെ ഗോപുരം ഓരോ അമ്പലങ്ങൾ എന്ന് പറയുന്ന റേഡിയോ സ്റ്റേഷൻസ് പോലാണ്. അവിടെ ഇരുന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സാധനം അപ്പുറത്തെ അമ്പലത്തിലെത്തും. അങ്ങനെ കുറെ സ്യൂഡോ സയൻസ് ഉണ്ട്. പിന്നെ വേറെ സന്യാസി ഫിഗർ ഉണ്ട്. അതായത് എന്തോ വ്യാസനോ വാൽമീകി അങ്ങനത്തെ എന്തോ ഒരു ഫിഗറാ. പുള്ളിയും ശിവനുമായിട്ട് ബൃഹസ്പതിയാണോ? ബൃഹസ്പതി അങ്ങനെ എന്തോ ബൃഹസ്പതിയാണെന്ന് തോന്നുന്നു. യെസ്, ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇവര് ശിവനും ബൃഹസ്പതിയും കൂടെ ഭയങ്കര ഫ്രണ്ട്സ് ആയി പെട്ടെന്ന്. അപ്പൊ പുള്ളി ഇതിന്റെ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞൊരു വിക്കിപീഡിയ പേജിൽ നിന്ന് എടുത്തു വെച്ചതുപോലെ പുള്ളി ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ അതിനകത്ത് ഓക്സിജൻ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഓക്സിജനെ കുറിച്ച് എന്ത് വാക്കാ ഉപയോഗിക്കാൻ പോകുന്നത്? ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ സംസ്കൃതവും പ്രാകൃതവും ഒക്കെ അങ്ങനെ വല്ല ഭാഷയായിരിക്കും നമ്മൾ സംസാരിച്ചത്. നമുക്ക് എന്ത് ഓക്സിജൻ ഉള്ള ടേം. അപ്പൊ അതിനൊരു കൂടുതൽ അറിവ് എലിമെന്റ്സ് തിരിച്ചറിയുക പോലും ചെയ്യാത്ത സമയമാണ്. നമുക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന എല്ലാം പഞ്ചഭൂതങ്ങളാണ്, വായുവും മണ്ണും വെള്ളവും ഒക്കെയാ. അപ്പൊ അങ്ങനത്തെ കുറെ സ്യൂഡോ സയൻസ് കുത്തിക്കേറ്റിട്ടുണ്ട്. ഇത് നമ്മുടെ സിവിലൈസേഷൻ അങ്ങ് പൊമ്പത്തെ സിവിലൈസേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട്. അതിന്റെ കൂടെ കുറച്ച് കൊണച്ച ഫിലോസഫി. എന്റെ പൊന്നോ, അത് ഇങ്ങനെ ഫസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ആയപ്പോ ഇങ്ങനെ ഇടിഞ്ഞു, മൂന്നാമത് പിന്നെ ഇടിഞ്ഞു. എന്നാലും ആ ഫസ്റ്റിന്റെ മൊമെന്റത്തിൽ ഞാൻ 3 വായിച്ചു. പിന്നെ അത് ഞാൻ അയാളുടെ രാമായണ സീരീസ് വായിച്ചപ്പോഴേക്ക് എനിക്ക് ആ ഫിലോസഫിയുടെ താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറത്തായിരുന്നു അതിന്റെ ഫിലോസഫി. അവിടെ നിർത്തി. അത് തന്നെ. പിന്നെ തൊട്ടിട്ടില്ല. പിന്നെ അങ്ങേരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, സോനിയ ഇതിനകം പറഞ്ഞു നിർത്താം. പിന്നീടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ഹിസ്റ്റോറിക്കൽ പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ ഇറ്റ്സ് ഫോർഗിവബിൾ, പക്ഷെ നോട്ട് ഫോർ മീ. അപ്പൊ അതിനകത്ത് ഏതൊരു രംഗത്ത് മുരുകൻ ഒരു റൈനോസറസിന്റെയോ ഏതോ ജീവിയുടെ കണ്ണിലും പച്ചമുളക് തേക്കുന്ന ഒരു ഇതുണ്ട്. കുറച്ച് വയലന്റ് ആകാൻ വേണ്ടിയിട്ട്. ഈ നമുക്ക് ഉള്ള തക്കാളി, ചില്ലീസ്, പൊട്ടാറ്റോ ഒക്കെ നമ്മുടെ ക്യുസീനിലോട്ട് വരുന്നത്, നമ്മുടെ ഏഷ്യയിലോട്ട് വരുന്നത് തന്നെ കൊളംബിയൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു 100-400 വർഷം മുന്നേ പറങ്കികളൊക്കെ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനു മുന്നേ നമുക്ക് പച്ചമുളക് ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ബേസിക് റിസർച്ച് നടത്താതെ ആണ് ഇത് കഥ എഴുതിയേക്കുന്നത്. അപ്പം ഈ പുള്ളി കുറച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഈ ത്രിപുര ദഹനം എന്ന് പറയത്തില്ലേ പുരാണത്തിലെ കഥ. അപ്പൊ ആ ഈ ത്രിപുരങ്ങളും മെലൂഹ സിവിലൈസേഷനും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പുള്ളി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അവസാനം ന്യൂക്ലിയർ ബോംബ് ഇട്ടു. പുള്ളി അത് വേറെ. അത് പിന്നെ യൂഷ്വൽ ആണ്. ന്യൂക്ലിയർ ബോംബ് ആ സമയം ആകുമ്പോഴേക്ക് എല്ലാ ആൾക്കാരും പണ്ടേ കേൾക്കുന്നയാ. നമ്മുടെ മഹാഭാരതത്തിലെ ന്യൂക്ലിയർ വെപ്പൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചെന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുള്ളത്. അപ്പൊ അതുപോലെ വലിയ പുതുമയൊന്നും തോന്നിയില്ല. പക്ഷെ ഇതിലൊക്കെ എനിവേ ഇത് ആ നോവലിന്റെ ക്ലൈമാക്സ് ആണോ എന്റെ സീരീസിന്റെ ക്ലൈമാക്സ് ആണോ എന്നറിയില്ല. പടം നോവല് ഭയങ്കര എന്താ പറഞ്ഞേ, ഒരു ആന്റി ക്ലൈമാറ്റിക് ആയിട്ട് തോന്നി. ലൈക്ക് ലാസ്റ്റ് ആയപ്പോ ഈജിപ്തിൽ നിന്ന് ഏതാണ്ട് അസാസിൻസ് ഒക്കെ വരുന്ന അത് തേർഡ് ബുക്ക് ആണോ? അത് സെക്കൻഡോ തേർഡോ എന്തോ ആയിരുന്നു. സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. എനിവേ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് ടേപ്പേർഡ് ഓഫ്. ലൈക്ക് ഫസ്റ്റിനുള്ള ക്വാളിറ്റി സെക്കൻഡില്ല, സെക്കൻഡിനുള്ള ക്വാളിറ്റി തേർഡിനില്ല.
ആ രീതിയിൽ അങ്ങ് പോയി. ഞാനത് എനിവേ കവർ ഡിസൈൻ കണ്ട് ബുക്ക് മേടിച്ചത്. അത് പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. ചേതൻ ഭഗത്ത് ഇതുപോലെ മാർക്കറ്റിംഗിൽ പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഞാനത് ഫസ്റ്റ് മേടിച്ചത്. ആ ഒരു വീഡിയോ ട്രെയിലർ എന്ന് പോലൊരു സംഭവം പുള്ളി ഇറക്കിയിരുന്നു ഒരു ബുക്കിന്റെ. ഉം. അപ്പോൾ ഈ ചർച്ച ഇവിടെ തീരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പോകുന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുമായി വരുന്നതാണ്. അതുവരേക്കും സി യു, ടേക്ക് കെയർ. ബൈ ബൈ. ടാ, ബൈ ബൈ.